ഹായ്, നിങ്ങൾ ഈ വീഡിയോ പരമാവധി മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്കിപ്പോൾ കാണാനായിട്ട് സമയമില്ലെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചു. പിന്നീട് നിങ്ങൾ ഫ്രീ ആകുമ്പോൾ വീഡിയോ കണ്ടാൽ മതി. കാരണം ഈ വീഡിയോയിൽ ഞാൻ ചെറിയൊരു കാര്യം മാത്രമാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് എനിക്കറിയാൻ താല്പര്യമുണ്ട്. അപ്പോൾ നേരെ വീഡിയോയിൽ കിടക്കാം. ഞാൻ വർക്ക് ചെയ്യുന്നത് HR ഹോം ഡിസൈൻസ് എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ്. ഞങ്ങൾ തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലാണ് കൺസ്ട്രക്ഷൻ വർക്കുകൾ ചെയ്യുന്നത്. നമ്മുടെ ഓഫീസിലേക്ക് ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട്. നമ്മൾ സബ്സ്ക്രൈബ് ആയിട്ടുള്ള ആൾക്കാരും അല്ലാത്ത ആൾക്കാരൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ അവരുമായിട്ട് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ചില ആളുകൾ വീഡിയോസൊക്കെ നമുക്ക് അയച്ചു തരും. ഫേസ്ബുക്ക്, യൂട്യൂബ് ഇവിടെ നിന്ന് കിട്ടുന്ന വീഡിയോസാണ്. അപ്പോൾ അതിൽ ആ വീഡിയോ എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 സ്ക്വയർ ഫീറ്റ് വീട് 5 ലക്ഷത്തിന് ചെയ്തു, അല്ലെങ്കിൽ 2000 സ്ക്വയർ ഫീറ്റ് വീട് 7 ലക്ഷത്തിന് ചെയ്തു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വീഡിയോസാണ് അവർ അയച്ചത്. അത് അവർ ചോദിക്കുന്നത് ഈ ഒരു റേറ്റിന് ഞങ്ങൾ വീട് ചെയ്തു കൊടുക്കുമോ എന്നാണ് അവർക്ക് അറിയേണ്ടത്. നമ്മൾ അവരുടെ അടുത്ത് കാര്യം പറയും. ഇതൊക്കെ ആ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഈ ഒരു റേറ്റിനൊന്നും ഇന്നത്തെ കാലത്ത് വീട് ചെയ്തു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ അവരുടെ അടുത്ത് പറയാറുണ്ട്. പക്ഷെ ഇത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പല ആൾക്കാർക്കും ഇതൊന്നും നമ്മൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. ഞാൻ 12 വർഷമായിട്ട് കൺസ്ട്രക്ഷൻ ഫീൽഡിലുണ്ട്. 2013 ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്. ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്തിരുന്നത് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു കോൺട്രാക്ടർ കൂടിയാണ്. അത്യാവശ്യം വർക്കുള്ള ഒരാളാണ്. ഒരേ സമയത്ത് തന്നെ ഒരു 6-7 സൈറ്റുകളൊക്കെ ആൾക്കുണ്ടായിരുന്നു. ഞാൻ ആളുടെ കൂടെ നിൽക്കുന്ന സമയത്തൊക്കെ ഇത്രയും വർക്കുള്ള ആൾക്കുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ എറണാകുളത്തുള്ളൊരു കൺസ്ട്രക്ഷൻ കമ്പനിക്ക് മാറി. അത് അവരുടെ ഒരു 3 പ്രൊജക്റ്റ് ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു. 2 വീടുകളും ഒരു ഫ്ലാറ്റും. അപ്പോൾ അതിൻ്റെ സൂപ്പർവിഷനും കാര്യങ്ങളായിരുന്നു ഞാൻ നോക്കിയിരുന്നത്. പിന്നെ എറണാകുളത്ത് ആലുവയിലും കളമശ്ശേരിയിലൊക്കെ ആയിട്ട് 2 കമ്പനികളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് കൊറോണയൊക്കെ വന്ന് പിന്നീട് നമ്മുടെ ഈ ഒരു HR ഹോം ഡിസൈൻസിലേക്ക് വരുന്നത്. 2022 ഞാൻ HR ഹോം ഡിസൈൻസിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അടുത്ത് നമ്മുടെ ഓഫീസിലേക്ക് ഇതുപോലെ ഒരു വീഡിയോ ഒരാൾ അയച്ചിട്ടുണ്ടായിരുന്നു. 2022 നിർമ്മിച്ച ഒരു വീടിൻ്റെ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. 1500 സ്ക്വയർ ഫീറ്റ് ആണ് ആ വീടിൻ്റെ ഏരിയ വരുന്നത്. പക്ഷേ അതിൻ്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത് 1300 1350 അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയൻറ്റിൻ്റെ കയ്യിൽ കുറച്ച് മരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റേറ്റ് കുറച്ചിട്ടാണ് ഈ പറഞ്ഞ സ്ക്വയർ ഫീറ്റിന് 1350 ആ ഒരു റേറ്റിലേക്ക് എത്തിയെന്ന് പറഞ്ഞു. ഈ മരത്തിൻ്റെ കാര്യം കൂട്ടിയാൽ പോലും സ്ക്വയർ ഫീറ്റിന് 1400 ചെയ്തു എന്ന് നമ്മൾ കരുതേണ്ടതായിട്ട് വരും. അപ്പോൾ 2022 അത് 2 വർഷം മുമ്പ് സ്ക്വയർ ഫീറ്റിന് 1400 ഒരു വീട് ചെയ്തിട്ടുണ്ട്. 1500 സ്ക്വയർ ഫീറ്റ് 20 ലക്ഷം രൂപയ്ക്ക്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ 2013 ഈ ഫീൽഡിൽ വന്നത്. അന്ന് ഞാൻ വർക്ക് ചെയ്തിരുന്ന കോൺട്രാക്ടർ ആളുടെ സ്ക്വയർ ഫീറ്റ് റേറ്റ് എത്രയാണെന്ന് അറിയാം. അന്ന് 2013 1400 രൂപയായിരുന്നു ആളുടെ സ്ക്വയർ ഫീറ്റ് റേറ്റ്. അതുപോലെ വേറൊരു കോൺട്രാക്ടറും ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു. ആൾ എൻ്റെ ഒരു അകന്ന ഒരു ബന്ധു കൂടിയാണ്. അപ്പോൾ ആളെന്ന് പറയുന്നത് ഈ ബഡ്ജറ്റ് റേറ്റിൽ വീടുകൾ ചെയ്ത് കൊടുക്കുന്നത്. അന്നും ഈ പറഞ്ഞ 2013 ആൾ ചെയ്തിരുന്നത് 1300 350 ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ആൾ ചെയ്തിരുന്നത്. അതായത് ബഡ്ജറ്റ് വീടുകൾ ചെയ്യുന്ന ഒരാൾ സ്ക്വയർ ഫീറ്റിന് 1300 അല്ലാതെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള രീതിയിൽ ചെയ്യുന്നത് സ്ക്വയർ ഫീറ്റിന് 1400. അത് 2013 സ്ക്വയർ ഫീറ്റ് റേറ്റാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുണ്ടോ 2022 ഇതേ റേറ്റിന് തന്നെ ഒരു വീട് നിർമ്മിക്കാൻ പറ്റുന്നത്? അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ 2013 മെറ്റീരിയൽസ് കോസ്റ്റ്, അത് വീട് നിർമ്മിക്കുന്നതിന് സിമെന്റ്, കമ്പി, അണൽ, എംസാൻഡ് ഇതിനുള്ള കാര്യങ്ങളിലൊക്കെ 2022 അതേ റേറ്റ് തന്നെയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതുപോലെ 2013 ലേബർ ചാർജ്, പണിക്കാരുടെ കൂലി, അതേ കൂലി തന്നെയാണോ 2022 പണിക്കാർ മേടിക്കുന്നത്? അതുപോലെ 2013 പെട്രോളിന്റെ വില തന്നെയാണോ 2022? അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് 2013 അതേ മെറ്റീരിയൽസിന്റെ കോസ്റ്റ് തന്നെയാണ് ഇപ്പോഴും, അതുപോലെ അതേ പെട്രോളിന്റെ വില തന്നെയാണ് 12 വർഷത്തിന് ശേഷവും, അതേ ലേബർ ചാർജ് തന്നെയാണ് ഇപ്പോഴും ആൾക്കാർ മേടിക്കുന്നത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്നും സ്ക്വയർ ഫീറ്റിന് 1400 രൂപയ്ക്ക് ഒരു വീട് പണിയാം. ഇനി അതല്ല, അത് വിശ്വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒന്നുകിൽ ഈ പറഞ്ഞ സ്ക്വയർ ഫീറ്റിന് 1400 വീട് പണിതു എന്ന് പറയുന്നത് നുണയായിരിക്കാം. ഈ പറഞ്ഞ കണക്ക് വ്യൂ കിട്ടാനൊക്കെ ആയിട്ട് നുണ പറഞ്ഞതായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ലീഡ് കിട്ടാൻ വേണ്ടി പറയുമല്ലോ, നമ്മൾ ഒരു ക്ലയൻറ്റിനെ നമ്മുടെ അടുത്തേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും പറയും. നമ്മളിപ്പോൾ പകുതി പൈസയ്ക്ക് വീട് ചെയ്ത് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലയൻറ്റിനെ നമ്മൾ അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഇവിടെ ഉണ്ട്. അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്. അപ്പോൾ ഒന്നുകിൽ അത് നുണ പറഞ്ഞതായിരിക്കും. ഇപ്പം ആളുകൾക്ക് അറിയില്ലല്ലോ, ഒരു പരമാവധി റേറ്റ് കുറവ് എവിടെയാണോ കിട്ടുന്നത് അവിടേക്ക് പോകുക എന്നുള്ളതാണ് സാധാരണ രീതിയിൽ എല്ലാ ആളുകളും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ 12 വർഷം മുമ്പ് ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന കോൺട്രാക്ടർമാർ സ്ക്വയർ ഫീറ്റിന് 1300 1400 ചെയ്തിരുന്ന കോൺട്രാക്ടർമാർ കൊള്ള ലാഭം എടുത്തിട്ടുണ്ടാവും എന്ന് നമ്മൾ കരുതേണ്ടതായിട്ട് വരും. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. ഇൻ കേസ് ഇനി പറഞ്ഞ കണക്ക് ഈ പറഞ്ഞ 2022 സ്ക്വയർ ഫീറ്റിന് 1400 ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ബോക്സിൽ എഴുതിക്കോ.